നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ലോകം വളരെ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തിക്കഴിഞ്ഞു. എന്നാൽ സാങ്കേതിക വിദ്യയെ കേവലം ഒരു തരംഗമായി കാണാതെ ഭരണ നിർവഹണത്തിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും അത് എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു വിഷൻ പങ്കുവെക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ. ഒരു മുഴം മുന്നേ എറിയുക എന്ന് പറയില്ലേ, മാറുന്ന ലോകത്തിനോടൊപ്പം ചുവട് വയ്ക്കാനും ഭാവിയിലെ വെല്ലുവിളികളെ മുൻകൂട്ടി കണ്ട് കേരളത്തെ നവീകരിക്കാനും കഴിയുന്ന ഒരു ഭരണാധികാരിയുടെ ചിന്തകളാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. AI എങ്ങനെ ഭരണത്തിൽ കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് അദ്ദേഹം പങ്കുവയ്ക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അറിവിന്റെ സ്ഫോടനവും അപ്ഡേഷനും. സാങ്കേതിക ലോകത്ത് അറിവിന്റെ വലിയൊരു സ്ഫോടനമാണ് നടക്കുന്നത്. ഇന്ന് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അവൻ പഠിച്ച കാര്യങ്ങൾ പലതും പഴയതായി മാറുന്ന അവസ്ഥയാണ്. അതിനാൽ പുതിയ വിജ്ഞാനത്തിനനുസരിച്ച് നിരന്തരം സ്വയം അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യബുദ്ധിയെ മറികടക്കുന്ന AI പ്രശസ്ത AI വിദഗ്ധൻ റേ കുർസ്വൈലിന്റെ സിംഗുലാരിറ്റി ഇൻ ഇയറർ എന്ന പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കുന്നു. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യ നിർമ്മിതിയായ AI മനുഷ്യന്റെ ബുദ്ധിവൈഭവത്തെ മറികടന്ന് സൂപ്പർ ഇന്റലിജൻസ് ആയി മാറും. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മനുഷ്യ സൃഷ്ടി മനുഷ്യന്റെ ബുദ്ധിയേക്കാൾ ഉയരത്തിൽ എത്തുന്നത്. ആരോഗ്യവും കൃഷി. മാറ്റത്തിന്റെ കൊടുങ്കാറ്റ്. ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ മേഖലകളിൽ AI വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. യുവാൽ നോവ ഹരാരിയുടെ ഹോമോ ഡ്യൂവസ് എന്ന പുസ്തകം മുൻനിർത്തി അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ നൂറ്റാണ്ടിൽ 35 വയസ്സായിരുന്ന മനുഷ്യന്റെ ആയുർദൈർഘ്യം ഇന്ന് 70ലേക്ക് എത്തിയെങ്കിൽ AI അധിഷ്ഠിത മെഡിക്കൽ സയൻസിന്റെ സഹായത്തോടെ ഭാവിയിൽ അത് 160 മുതൽ 180 വയസ്സ് വരെ ഉയരാമെന്നാണ്. രോഗനിർണയവും മരുന്ന് തെരഞ്ഞെടുപ്പും വരെ AI കൃത്യമായി നിർവഹിക്കും. തൊഴിൽ മേഖലയിലെ മാറ്റം. AI വരുന്നതോടെ ചില പരമ്പരാഗത ജോലികൾ ഇല്ലാതായേക്കാം. എന്നാൽ ഒട്ടനവധി പുതിയ അവസരങ്ങളും തുറക്കപ്പെടും. ഇതിനായി വിപണിയിലെ തൊഴിൽ മാറ്റങ്ങൾ മുൻകൂട്ടി നിരീക്ഷിക്കാൻ ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സ്ഥാപിക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു. ലോകത്തെ ഒട്ടാകെ തൊഴിൽ മാറ്റങ്ങൾ പഠിച്ച് അതിനനുസരിച്ച് പാഠ്യപദ്ധതി പരിഷ്കരിച്ച് നമ്മുടെ യുവാക്കളെ സജ്ജരാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഭരണ നിർവഹണത്തിലും CMO ഡാഷ്ബോർഡിലും AI. ഭരണ നിർവഹണം സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ AI ഉപയോഗിക്കേണ്ടതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ AI അധിഷ്ഠിത ഡാഷ്ബോർഡ് സ്ഥാപിക്കുന്നതിലൂടെ നിക്ഷേപകർക്ക് നൽകുന്ന അനുമതികൾ ഏത് ഘട്ടത്തിലാണെന്ന് കൃത്യമായി നിരീക്ഷിക്കാനും തടസ്സങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരം. കേരളം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് മനുഷ്യ വന്യജീവി സംഘർഷം. കാട്ടുമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് മുൻകൂട്ടി കണ്ടെത്താനും മുന്നറിയിപ്പുകൾ നൽകാനും വെളിച്ചവും AI സൃഷ്ടിക്കുന്ന പ്രത്യേക ശബ്ദങ്ങളും ഉപയോഗിച്ച് മൃഗങ്ങളെ തിരികെ കാട്ടിലേക്ക് അയക്കാനുമുള്ള സിസ്റ്റം വികസിപ്പിച്ചു വരികയാണ്. കേരളത്തെ AI നൂതന സാങ്കേതിക വിദ്യയുടെയും ഹബ്ബാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. സാങ്കേതിക വിദ്യ നൽകുന്ന അവസരങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാതെ അതിനെ ഭരണ മികവിനായി സ്വായത്തമാക്കാൻ മുന്നിട്ടിറങ്ങുന്ന VD സതീശന്റെ ഈ വിഷയം തികച്ചും പ്രശംസനീയമാണ്. ഒരു നാടിന്റെ വികസനം സാധ്യമാകുന്നത് മാറുന്ന ലോകത്തോടൊപ്പം ഭരണാധികാരികളും ചിന്തിക്കുമ്പോഴാണ്. ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇന്ന് തന്നെ അടിത്തറയിടുന്ന ഈ മുന്നേറ്റത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? താഴെ കമന്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.